പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, പരീക്ഷാർത്ഥികളെ, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ 4 പേപ്പറുകളിൽ മൂന്നാമത്തെ പേപ്പറിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ പേപ്പറിൽ ഒരു വിഷയം കേരള അക്കൗണ്ട് കോഡാണ്. അക്കൗണ്ട് കോഡ് വോളിയം 1. അത് വിത്ത് ബുക്കാണ്. സർക്കാരിൻ്റെ പുസ്തകം കിട്ടും, വാങ്ങി പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് കൊണ്ടുപോകാം. രണ്ടാമത്തെ പുസ്തകം ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അത് ആലോചിക്കേണ്ട കാര്യം എന്താണ്? അത് വിത്തൗട്ട് ബുക്കാണ്, പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ 1 മുതൽ 34 വരെയുള്ള ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് അതിൽ 5 ചാപ്റ്റേഴ്സ് ബാധകമല്ല. അങ്ങനെ 34 മൈനസ് 5 29 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ബജറ്റ്, ഫിനാൻസ്, അക്കൗണ്ട്സ്, ഓഡിറ്റ് മുതലായ വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ആർട്ടിക്കിൾ കൂടി ഇൻട്രൊഡക്ഷനിൽ കയറി വരും. അതുകൊണ്ട് ഈ പേപ്പറിന്, അതായത് അക്കൗണ്ട് ടെസ്റ്റിലെ മൂന്നാമത്തെ പേപ്പറിന് കേരള ബജറ്റ് മാനുവൽ വോളിയം 1, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിലെ 29 അധ്യായങ്ങൾ, 1 മുതൽ 395 വരെയുള്ള അനുച്ഛേദങ്ങളുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ മാത്രം, ബജറ്റ്, അക്കൗണ്ട്സ്, ഫിനാൻസ്, ഓഡിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടവ മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ട് കോഡ് വോളിയം 1, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇൻട്രൊഡക്ഷൻ, ഈ 3 പുസ്തകങ്ങളാണ് ഈ പേപ്പറിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതിൽ ഇൻട്രൊഡക്ഷൻ എന്ന പുസ്തകം പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടും അത് വിത്തൗട്ട് ബുക്ക് ആയതുകൊണ്ടും അതിന് താരതമ്യേന കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കണം. അത് കുറച്ച് കൂടുതൽ സമയം പഠിച്ചിരിക്കണം. മറ്റതൊക്കെ നമ്മളൊന്ന് അത്യാവശ്യം ഈ ബുക്കിൽ എവിടെയാണ് ഈ സംഗതി വരിക എന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാലും മതിയാവും. ഇങ്ങനെ ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നോക്കൂ, ഹൂ എമംഗ് ദ ഫോളോയിങ് അതോറിറ്റീസ്, താഴെ പറയുന്നവയിൽ ഒരു അതോറിറ്റി പ്രിപ്പേഴ്സ് ദി കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സിൻ്റെ കമ്പൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കംട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, ഇതാണ് CAG എന്ന് പറയും, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഉത്തരങ്ങളിൽ പലപ്പോഴും പല ഉത്തരവും CAG എന്നായിരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മളൊന്ന് പേടിക്കണം, ഒന്ന് ബഹുമാനിച്ചോണം. പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ്, പ്രിൻസിപ്പൽ അക്കൗണ്ട്സ് ഓഫീസർ. ഉത്തരം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഞാൻ പറഞ്ഞല്ലോ CAG എന്നാണ് നമ്മൾ ചുരുക്കി പറയുക കേട്ടോ. ദെൻ ഓഡിറ്റ് ഫങ്ഷൻസ്, ഞാൻ പറഞ്ഞല്ലോ ഓഡിറ്റിൻ്റെ ചുമതലകളാണ് ഈ പുസ്തകങ്ങളിൽ വരുന്നത്. ആസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏജൻറ്റ്സ്, താഴെ പറയുന്നവയിൽ ഒരു ഏജൻ്റായി പ്രവർത്തിക്കുന്നു. എഗെയിൻസ്റ്റ് എക്സ്ട്രാവഗൻസ്, അധിക ചെലവിനെതിരായി. കെയർലെസ്നെസ് ആൻഡ് ഫ്രോഡ് ഓർ കറപ്ഷൻ, അധിക ചെലവ്, അശ്രദ്ധ, തെറ്റ്, അഴിമതി മുതലായവ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏജൻ്റായി പ്രവർത്തിക്കുന്നു. എന്ത്? ആ ഫങ്ഷൻ, ഓഡിറ്റിൻ്റെ ചുമതലയാണത്. ഈ 4 കാര്യങ്ങളും ഇല്ലാതാക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഈ 4 കാര്യങ്ങളും ഇല്ലാതാക്കാനുള്ള ഏജൻ്റ് ആയി ഓഡിറ്റ് ഫങ്ഷൻ ചെയ്യുന്നു. ആ ഫങ്ഷനെ എന്തു പറയും? ഫിനാൻഷ്യൽ കൺട്രോൾ, എക്സിക്യൂട്ടീവ് കൺട്രോൾ,
ലെജിസ്ലേറ്റീവ് കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ഒരു ഏകദേശം ഒന്ന് ഊഹിച്ചാൽ അറിയാൻ പറ്റും. അതാണ് ഫിനാൻഷ്യൽ കൺട്രോൾ. കാരണം ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഉത്തരം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി മൂന്നാമത്തത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, മൗലിക തത്വങ്ങൾ റിലേറ്റിംഗ് ടു എന്തുമായി ബന്ധപ്പെട്ടത്? ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ടിൻ്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട മൗലിക തത്വങ്ങൾ ഓൾവേസ് റിമെയിൻ സെയിം. അത് ഏതാണ്ട് എല്ലാ കാര്യത്തിലും ഒരുപോലെയാണ്. ആർ സെറ്റ് ടു ബി വിച്ച് ഓഫ് ദി ഫോളോയിങ്. അതായത് അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണ്. അത് ഏത് കാര്യത്തിലും ഏതൊരു ധനവിനിയോഗത്തിലും ഏതാണ്ട് സെയിം ആണ്. അങ്ങനെയുള്ളത് ഏത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? എ, പേയ്മെൻറ്റ് ഓഫ് മണി ഇൻ ടു ട്രഷറി പ്രോപ്പർലി, necessity for accounts accurately portraying the facts, stock checking with the accounts, all the above. ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാൻ പറ്റും. ഒരു പുസ്തകവും വായിക്കുന്നില്ലെങ്കിലും നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് തന്നെ വളരെ ക്ലിയറാണ്. അതായത് ട്രഷറിയിൽ കറക്റ്റായിട്ട് അടക്കിയ പണം, ആ അടച്ച പണത്തിൻ്റെ അക്കൗണ്ട്സ് കൃത്യമായി സൂക്ഷിക്കുക, പിന്നെ സ്റ്റോക്ക് പരിശോധിക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് മൂന്നും ഏത് വ്യക്തിയും കുടുംബവും സ്ഥാപനവും സർക്കാരും ആര് പണം ചെലവഴിച്ചാലും ഈ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ഉത്തരം ഇത് മൂന്നും ശരിയാണ്. നെക്സ്റ്റ്, നാലാമത്തത് അക്കൗണ്ട്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻറ്റിറ്റീസ്. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ അക്കൗണ്ട്സ് ആണ് ആർ നോട്ട് കമ്പൈൽഡ് ബൈ ദി CAG. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇവിടെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ആർ നോട്ട് CAG കമ്പൈൽ ചെയ്യുന്നതേത് എന്നല്ല, ചെയ്യാത്തതേത്. ധൃതി പിടിച്ച് ചോദ്യം വായിച്ച് തെറ്റിച്ചിട്ട് കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ പലപ്പോഴും പരീക്ഷ കഴിഞ്ഞ് പറയാറുള്ളതാണ്, ദൈവമേ ഞാനത് നോട്ടാണെന്ന് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഈ നോട്ട് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. അതായത് അങ്ങനെ ആയതേത്, ആകാത്തതേത്. അതുകൊണ്ട് ഈ നോട്ട് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ ഈ പറയുന്നവയിൽ ഏതിൻ്റെ അക്കൗണ്ട്സ് ആണ് CAG തയ്യാറാക്കാത്തത് എന്നാണ്. യൂണിയൻ ടെറിട്ടറി ഓഫ് ദാദ്ര, യൂണിയൻ ടെറിട്ടറി ഓഫ് ചണ്ഡീഗഡ്, യൂണിയൻ ടെറിട്ടറി ഓഫ് ദാമൻ ആൻഡ് ദിയു, യൂണിയൻ ടെറിട്ടറി ഓഫ് ദാദ്ര ആൻഡ് നഗർ ഹവേലി. 4 UT ആണ്. UT എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി. പരീക്ഷയ്ക്ക് എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി. ഇൻട്രൊഡക്ഷനും കോൺസ്റ്റിറ്റ്യൂഷനും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സെൻട്രലിൻ്റെ കാര്യമാണോ ചോദ്യം, സ്റ്റേറ്റിൻ്റെ കാര്യമാണോ ചോദ്യം, യൂണിയൻ ടെറിട്ടറീസിൻ്റെ കാര്യമാണോ ചോദ്യം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കുറച്ചും കൂടി സൂക്ഷ്മമാണ്. യൂണിയൻ ടെറിട്ടറിയാണ്, അത് ഏത് യൂണിയൻ ടെറിട്ടറിയാണ് എന്നുള്ളത് കുറച്ചും കൂടി അത്ര എളുപ്പമല്ലത്. അത് ഡാമൻ ആൻഡ് ദിയു ആണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. ഇനി നെക്സ്റ്റ്, അഞ്ചാമത്തത് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് കൺട്രോൾ. ഓഡിറ്റ് കൺട്രോളിൻ്റെ പരിധിക്കകത്ത് വിച്ച് among the following accountabilities is concerned with efficiency and economy in the use of public funds. നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും, വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമുണ്ട്. ഈ ധനവിനിയോഗത്തിലെ 3 E's എന്ന് പറയുന്നത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന ചോദ്യത്തിൽ അത് വരും. 3 E's മറന്നു പോകരുത്. എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. കണ്ടോ, ഇത് 3ഉം ഈയിൽ ആരംഭിക്കുന്നതാണ്. എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, ഈ 3ഉം. അപ്പോൾ ഇവിടെ ചോദ്യം, ഇതിലേതാണ് പബ്ലിക് ഫണ്ടിൻ്റെ അക്കൗണ്ടിൻ്റെ ഓഡിറ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ടത്? എ,
മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി, ഫിസ്ക്കൽ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഫിനാൻസ്, പ്രോഗ്രാം അക്കൗണ്ടബിലിറ്റി, മോണിറ്ററി അക്കൗണ്ടബിലിറ്റി. ഈ 4 അക്കൗണ്ടബിലിറ്റികളിൽ ഓഡിറ്റ് കൺട്രോളിൻ്റെ പരിധിയിൽ വരുന്ന കൃത്യമായ അക്കൗണ്ടബിലിറ്റി ഏതാണെന്നാണ് ചോദ്യം. അത് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റിയാണ്. കാരണം ഇത് മാനേജ് ചെയ്തത് ശരിയാണോ അല്ലയോ എന്നാണ് ഓഡിറ്റ് ശ്രദ്ധിക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയേണ്ടതും അതാണ്. ഈ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ മാനേജ്മെൻറ്റിൽ നിങ്ങൾ ജയിച്ചു തോറ്റു, ജയിച്ചത് കൊണ്ട് നേട്ടമുണ്ടായി, തോറ്റത് കൊണ്ട് നഷ്ടമുണ്ടായി എന്നാണ് ഓഡിറ്റിൽ പറയുക. ദെൻ 6, ഹൂ ആരാണ്? എമംഗ് ദ ഫോളോയിങ് താഴെ പറയുന്നവയിൽ ഈസ് ദി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, എളുപ്പവുമാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടേ പോവുകയുള്ളൂ. വളരെ എളുപ്പമാണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഏത്? CAGയെ നിയമിക്കുന്നതാര്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ്. ഓർക്കുമല്ലോ, CAG എന്ന് പറഞ്ഞാൽ തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ആളാണ്. അങ്ങനെ ഏറ്റവും വലിയ ആളെ നിയമിക്കണമെങ്കിൽ അയാളെക്കാളും വലിയ ആളായിരിക്കണമല്ലോ എന്ന് നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യണം. അങ്ങനെ വെച്ച് തന്നെ ആലോചിച്ചാൽ അത് കിട്ടും. ഗസ് ചെയ്ത് കാണൂലേ? അങ്ങനെ ഗസ് ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോൾ CAGയേക്കാൾ വലിയ ആൾ ആയിരിക്കുമല്ലോ. അതാരാണ്? അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അധികാര സ്ഥാനത്തിൻ്റെ പേരാണ് പ്രസിഡന്റ്. അദ്ദേഹമാണ് CAGയുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. ദെൻ 7, വാട്ട് ഈസ് ദ പ്രൊവിഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അക്കൗണ്ട് കോഡ്, ഇൻട്രൊഡക്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ പ്രൊവിഷൻ ഫോർ ഡെലിബറേറ്റിംഗ് ആൻഡ് വോട്ടിംഗ് ഓൺ ദ ബിൽ, ബില്ലിന് അനുകൂലമായോ എതിരായോ വോട്ട് ചെയ്യുക, വിച്ച് ഹാസ് ബീൻ പാസ്ഡ് ബൈ വൺ ഹൗസ്, ഒരു ഹൗസ് പാസ്സാക്കി, ബട്ട് ദി ഹൗസസ് ഹാവ് ഫൈനലി ഡിസഗ്രീഡ് ആസ് ടു ദി അമെൻമെന്റ്സ് ടു ബി മെയ്ഡ് ഓൺ ദ ബിൽ. ഒരു ഹൗസ് പാസ്സാക്കി, ഇപ്പം നമുക്കറിയാമല്ലോ, അതായത് ലോക്സഭയും രാജ്യസഭയും. ഒരു സഭ പാസ്സാക്കി, മറ്റേ സഭ പാസ്സാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത്തരം കേസിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. 2 ഹൗസിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് വെക്കണം, അല്ലെങ്കിൽ ഇത് റിജക്റ്റഡ് ആയിട്ട് കണക്കാക്കണം, അല്ലെങ്കിൽ പാസ്സായതായിട്ട് കണക്കാക്കണം, അല്ലെങ്കിൽ ബിൽ ഈസ് ഡിക്ലെയർഡ് ടു ഹാവ് ബീൻ ലാപ്സ്ഡ്, ബില്ല് നഷ്ടപ്പെട്ടതായിട്ട് കണക്കാക്കണം. ഇതിലേതാണെന്നാണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ 2 സഭയുടെയും, ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ലോക്സഭ എന്നൊരു വാക്കുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഇന്ത്യയിൽ തന്നെ പൗരന്മാർക്ക് തന്നെ അറിയാൻ പാടില്ല, പിന്നെ എല്ലാ ഉദ്യോഗസ്ഥരുടെ കാര്യം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലോക്സഭ എന്നൊരു വാക്കില്ല. പിന്നെന്താണ്? 2 വാക്കാണുള്ളത്. അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്ന വാക്കുകളാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ലോക്സഭയും രാജ്യസഭയും എന്നാണ് നമ്മൾ പറയുന്ന വാക്കുകൾ. അങ്ങനെ വരുമ്പോൾ 2 സഭയും കൂടി ഒന്നിച്ചിരുത്തിയിട്ടാണ് ചർച്ച ചെയ്തിട്ടാണ് ഈ ബില്ല് പാസ്സാക്കേണ്ടത്. അതാണ്. ഇനി 8, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ടു മണി ബിൽസ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രിപ്പയർ ചെയ്തിട്ടേ പോകാവൂ. മണി ബില്ലിനെ കുറിച്ച് ഇൻട്രൊഡക്ഷനിലും കോൺസ്റ്റിറ്റ്യൂഷനിലും പറയുന്ന ഭാഗങ്ങൾ കണ്ടുവയ്ക്കണം. ഇതിൽ നിന്ന് ചോദ്യം എന്തായാലും വരും. മണി ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി ബില്ലിൻ്റെ സവിശേഷതകൾ എന്താണ്? ഒരു ബില്ല് മണി ബില്ലാകുന്ന സാഹചര്യങ്ങൾ ABCD, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ചോദ്യം മണി ബില്ലുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊസീജിയർ എന്താണ്? നോക്കൂ, മണി ബിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ 2 സഭയിലും മണി ബില്ല് അവതരിപ്പിക്കാം. ശരിയോ തെറ്റോ എന്നാണ്. 2, മണി ബിൽ ഷാൽ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, രാജ്യസഭ എന്നൊരു വാക്കല്ല, പിന്നെയോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊരു വാക്കാണ് ഭരണഘടനയിലുള്ളത്.
നമ്മളതിനെ രാജ്യസഭ എന്ന് പറയും. അവിടെ അവതരിപ്പിക്കാൻ പാടില്ല. സി, എ മണി ബിൽ ഈസ് ആസ് ഗുഡ് ആസ് പ്രൈവറ്റ് ബിൽ. അത് പ്രൈവറ്റ് ബില്ലിനെ പോലെ തന്നെയാണ് മണി ബില്ലും. ബോത്ത് ഹൗസസ് എൻജോയ് ഈക്വൽ പവർ. മണി ബില്ലിൻ്റെ കാര്യത്തിൽ രണ്ട് സഭയ്ക്കും തുല്യ അധികാരമാണ് ഉള്ളത്. ഇത് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. മണി ബില്ലും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനിലെ ആർട്ടിക്കിളും കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളും പഠിച്ചിട്ടേ പോകാവൂ. നല്ലൊരു ചോദ്യമാണ്. കണ്ടോ, എന്താണ് മണി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് തിരിച്ചായിരിക്കും വരിക. മണി ബിൽ ഷാഡ് നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ, അങ്ങനെ വരാം. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് പഠിക്കണം മണി ബില്ലിനെ കുറിച്ച്. എന്തായാലും ചോദ്യം ഇതുവരെയുള്ള എല്ലാ ടെസ്റ്റിനും വന്നിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്കും ഇതിന്ന് ചോദ്യം എന്തായാലും വരും. അപ്പോൾ അതൊന്ന് നോക്കിക്കോണം. ദെൻ 9, എ ബിൽ പെൻഡിങ് ഇൻ ദ ഹൗസ് ഓഫ് പീപ്പിൾ. കണ്ടോ, ഞാൻ പറഞ്ഞു ഓർക്കുമല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലോക്സഭ എന്നല്ല വാക്ക്, പിന്നെയോ ഹൗസ് ഓഫ് പീപ്പിൾ. എന്താ സാധനം? നമ്മൾ പറയുന്ന ലോക്സഭ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? രാജ്യസഭ. ഇനി വേറൊരു കാര്യം കൂടി ഉള്ളത്, ഒരു രഹസ്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. 1 മുതൽ 395 വരെയുള്ള ആർട്ടിക്കിളുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റ് എന്ന വാക്ക് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളെന്നല്ല, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സിറ്റിസണും മറുപടി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് ആർട്ടിക്കിളിലാണ് ബജറ്റ് എന്ന വാക്ക് വരുന്നത്? ഉത്തരം എന്താണെന്നറിയോ? ഒരു ആർട്ടിക്കിളിലും ബജറ്റ് എന്നൊരു വാക്കേ ഇല്ല. ഇതാരാ പഠിച്ചു വച്ചേക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളോ ഭരണാധികാരികളോ ഉദ്യോഗസ്ഥരോ പഠിച്ചിട്ടുണ്ടോ? അത് ജനപ്രതിനിധികളോ? ഇല്ല. നോക്കൂ, അവിടെ ബജറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഏതാണ് ഉപയോഗിക്കുന്ന വാക്ക്? വേറൊരു വാക്കാണ് ബജറ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഏതാണ് ആ വാക്ക്? ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കേഴ്സിൻ്റെ ഈ ക്ലാസ്സിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന വാക്കാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റ് എന്നതിന് പകരം ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ബില്ല് ഹൗസ് ഓഫ് പീപ്പിളിൽ പെൻഡിങ് ആവുന്നു, ഓർ വിച്ച് ഹാസ് ബീൻ പാസ്ഡ് ബൈ ദ ഹൗസ് ഓഫ് പീപ്പിൾ പെൻഡിങ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഒരു സിറ്റുവേഷൻ ആദ്യം പറയുന്നത് എന്താണ്? ഹൗസ് ഓഫ് പീപ്പിൾ ബില്ല് പെൻഡിങ് ആണ്, ഉണ്ടോ? പെൻഡിങ് ആണ്, പാസ്സാക്കിയിട്ടില്ല. അല്ലെങ്കിൽ വിച്ച് ഹാസ് ബീൻ പാസ്ഡ് ബൈ ദ ഹൗസ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഹൗസ് ഓഫ് പീപ്പിൾ പാസ്സാക്കി രാജ്യസഭയിൽ ലാപ്സായി. അങ്ങനെ വന്നാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. പ്രൊറഗേഷൻ ഓഫ് ദ ഹൗസ്, പ്രൊറഗേഷൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, ഡിസൊല്യൂഷൻ. ഈ 2 വാക്കിൻ്റെ അർത്ഥം പഠിച്ചോണം. പ്രൊറഗേഷൻ നീട്ടിവെക്കൽ, ഡിസൊല്യൂഷൻ പിരിച്ചുവിടൽ. ഇത് ഏതാ ചെയ്യാൻ പറ്റുക? അത് ഹൗസ് ഓഫ് പീപ്പിൾ അത് പിരിച്ചുവിടേണ്ടി വരും. ദെൻ വിച്ച് among the following matters contain the provisions of a money bill? കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണി ബില്ല് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് പ്രൊവിഷൻ ഓഫ് എ മണി ബിൽ, വിച്ച് among the following matters contains. മണി ബില്ലിലെ വിഷയം എന്താണ്? ഇമ്പോസിഷൻ ഓഫ് എനി ടാക്സ്, കസ്റ്റഡി ഓഫ് കൺസോളിഡേറ്റഡ് ടാക്സ്, അപ്രോപ്രിയേഷൻ ഔട്ട് ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട്, ഓൾ ഓഫ് ദി എബവ്. ഇതെന്താണ്? ഇത് 3ഉം ഒന്നിച്ച് വരികയാണ്. പിന്നെ 10, വിച്ച് among the following matters contain provision of a money bill. കണ്ടോ, വീണ്ടും വരികയാണ്. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മണി ബില്ല് വീണ്ടും വരികയാണ്. ഈ പറയുന്ന 3ഉം ഇമ്പോസിഷൻ ടാക്സ്, കസ്റ്റഡി എന്ന് വരികയാണ്. ഇനി 11, വിച്ച് ഇസ് ദി മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ഗവൺമെൻറ്റ്സ് ഡെയിലി ക്യാഷ് ബാലൻസ് വിത്ത് RBI അറ്റ് എ ലെവൽ സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സ്. അതായത് RBIയിൽ ദൈനംദിന ചെലവിനുള്ള റിക്വയർമെൻറ്റ് പാലിക്കണം എന്ന് പറയുന്ന വ്യവസ്ഥ. ബോറോയിങ്, ട്രഷറി ബിൽസ്, വെയ്സ് ആൻഡ് മീൻസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്. ഇത് വെയ്സ് ആൻഡ് മീൻസ്. ഇതും പഠിച്ചോണം. ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഈ വാക്കുകളെല്ലാം
പ്രത്യേകം ഓർക്കേണ്ടതാണ്. എന്താണ് വെയ്സ് ആൻഡ് മീൻസ് എന്താണ് എന്ന് ചോദ്യമാണ് ഇതിനകത്ത് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് തിരിച്ചായിരിക്കും. വെയ്സ് ആൻഡ് മീൻസ് എന്നാൽ ABCD അങ്ങനെയും വരാം. 12 ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫണ്ട്സ്. ട്രഷറികളിൽ സർക്കാരിൻ്റെ പണം വിതരണം ചെയ്ത് നിലനിർത്തുന്ന രീതിയെ എന്തു പറയും? അത് റിസോഴ്സ് ഓപ്പറേഷൻസ്, റിസോഴ്സ് അലോക്കേഷൻ, റിക്രൂട്ട്മെൻറ്റ്, റീഅപ്രോപ്രിയേഷൻ. അത് ആൻസർ റിസോഴ്സ് ഓപ്പറേഷനാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം. ദെൻ 13 വാട്ട് ഹാസ് ബിൻ സെറ്റപ്പ് അണ്ടർ ദ സ്കീം ഓഫ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് അക്കൗണ്ട്സ്. അതായത് 1976 ഏപ്രിൽ മുതൽ ഈ അക്കൗണ്ടിൻ്റെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, അത് വാട്ട് ഹാസ് ബിൻ സെറ്റപ്പ്, അതിനുവേണ്ടി എന്ത് സംവിധാനമാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? പ്രിൻസിപ്പൽ അക്കൗണ്ട്സ് ഓഫീസ്, പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ, ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ്, സെൻട്രൽ ട്രഷറീസ്. ഉത്തരം പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന സംവിധാനം. ചിലപ്പോൾ നോക്കൂ, നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ തിരിച്ചായിരിക്കും വരിക. പേ ആൻഡ് അക്കൗണ്ട്സ് സംവിധാനം നടപ്പിലാക്കിയത് ഏത് വർഷം മുതലാണ്? ഏപ്രിൽ 76, മാർച്ച്, അങ്ങനെ വരാം. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത് മാത്രമല്ല പഠിക്കുക, ആ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചും മറിച്ചും വരാവുന്ന കാര്യം കൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കണം എന്നർത്ഥം. ദെൻ 14 താഴെ പറയുന്നതിൽ ഏത് അതോറിറ്റിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെസീറ്റും പേയ്മെൻറ്റിൻ്റെ അക്കൗണ്ട്സ് സ്വീകരിക്കുന്നത്? ഏതിൻ്റെയാണ്? യൂണിയൻ്റെ അല്ല, യൂണിയൻ ടെറിട്ടറി അല്ല, പിന്നെ സ്റ്റേറ്റിൻ്റെ. കാരണം സ്റ്റേറ്റിൻ്റെ ആണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് സ്റ്റേറ്റിൻ്റെ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക്, ഗവർണർ, ഡയറക്ടർ ഓഫ് ട്രഷറീസ്, അക്കൗണ്ടന്റ് ജനറൽ, ചീഫ് സെക്രട്ടറി ടു ദി ഗവൺമെൻറ്. ഉണ്ടോ? സ്റ്റേറ്റിൻ്റെ ആയതുകൊണ്ടാണ് അക്കൗണ്ടന്റ് ജനറൽ വരുന്നത്. സെൻട്രൽ ആണെങ്കിൽ CAG ആയിരിക്കും. ദെൻ 15 ദ ഓഡിറ്റ് ഓഫ് CAG ഈസ് കോംപ്രിഹെൻസീവ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ്. CAGയുടെ ഓഡിറ്റ് വളരെ കോംപ്രിഹെൻസീവാണ്, സമഗ്രമാണ്. അതാണ് കോംപ്രിഹെൻസീവ്. ആ ഓഡിറ്റിൽ എന്തുകൂടി ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇതൊക്കെ വേണ്ടി വരൂലേ? റെഗുലാരിറ്റി ഓഡിറ്റ്, പ്രൊപ്രൈറ്റി ഓഡിറ്റ്, എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റ്. ഒരു CAG ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് റെഗുലാരിറ്റി കറക്റ്റാണോ എന്ന് നോക്കണം, പ്രൊപ്രൈറ്റി ഉചിതമാണോ എന്ന് നോക്കണം, അതിൻ്റെ എഫിഷ്യൻസി കാര്യക്ഷമത നോക്കണം, അതിൻ്റെ പെർഫോമൻസ് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഏകദേശ ധാരണ ഉണ്ടാവില്ല, ഇതെല്ലാം വേണമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആൻസർ കണ്ടെഴുതിയാൽ വളരെ കറക്റ്റായിരിക്കും. അതാണ് ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിനാൻസും അക്കൗണ്ടും ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷനിലെയും കോൺസ്റ്റിറ്റ്യൂഷനിലെയും ഭാഗങ്ങൾ നന്നായിട്ട് നോക്കണം. ഇതുപോലുള്ള വിജ്ഞാന ശകലങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങളെ പഠിപ്പിച്ച് നന്നായി വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിൽ നിങ്ങളുടെ സഹായം നിങ്ങൾ ഈ ചാനലിനെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളോടൊപ്പം ഈ ചാനലും ഉണ്ടാകും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.